ഒരാളെനിക്ക് ഒരു കിതാബ് തന്നു. വളരെ മനോഹരമായ ഒരു കിതാബാണ്. ഇൽമു തഅബീർ റുയ എന്നാണ് ആ കിതാബിന്റെ പേര്. മനസ്സിലായിട്ടുണ്ടാവും. സ്വപ്നവുമായി ബന്ധപ്പെട്ട ഒരു കിതാബാണ്. സ്വപ്നത്തെക്കുറിച്ച് ഇസ്ലാം എന്ത് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ വിശദമായ ഒരു പഠനം ആ നല്ല ഗ്രന്ഥത്തിൻ്റെ ഒരു ചുരുക്കം എന്നുള്ള നിലയ്ക്ക് ഞാനത് തയ്യാറാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോൾ അത് വിശദമായിട്ട് നമുക്ക് വായിക്കാം. അതിൻ്റെ ഒരു ചുരുക്കമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നമ്മൾ ഉറക്കത്തിൽ കാണുന്ന കുറേ അനുഭൂതികളുണ്ട്, ഒരുപാട് ചിന്തകളുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ സ്വപ്നം എന്ന് പറയുന്നത്. അത് ഒരു ശാസ്ത്രത്തിനും ഇന്ന് അതിനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല. യൗമുൽ ഖിയാമ വരെ അതെന്താണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഇസ്ലാം അതിനെക്കുറിച്ച് വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ശാസ്ത്രത്തിനും ഒരിക്കലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനി ഒരിക്കലും കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുടെ സ്വപ്നം എന്ന് പറഞ്ഞത് അത് യാഥാർത്ഥ്യമാണ്. അതിലൊരു പാഴ്ക്കിനാവും പ്രവാചകന്മാർ കാണൂല. ഏത് സ്വപ്നം കാണെങ്കിലും അത് സത്യസന്ധമായി പുലരുമെന്നാണ്. അതിനൊരു ഉദാഹരണം പറയാൻ പറ്റുമോ പ്രവാചകന്മാരുടെ സ്വപ്നത്തെക്കുറിച്ച്? ആരാ? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കുട്ടിക്കാലത്ത് കണ്ടൊരു സ്വപ്നമല്ലേ? അന്ന് പ്രവാചകനല്ല, കുട്ടിക്കാലത്ത് കണ്ടൊരു സ്വപ്നം ഉണ്ടല്ലോ. ആ സ്വപ്നത്തെക്കുറിച്ച് വളരെ മനോഹരമായ രീതിയിൽ വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ബോധ്യപ്പെടുക. ഒന്നെന്താണല്ലോ, ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് സ്വപ്നത്തിലൂടെ വഹി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു ആ പ്രവാചകന്മാരുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമായി നമുക്ക് പറഞ്ഞിട്ടുണ്ട്, യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതിലൊരിക്കലും പിഴവുണ്ടാവില്ല, അതൊരിക്കലും പാഴ്ക്കിനാവായി മാറൂല എന്ന്, അത് സത്യസന്ധമായി പുലരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ കാണും, നല്ല നല്ല സ്വപ്നങ്ങൾ കാണും. വിശ്വാസികളായ ആളുകൾ നല്ല നല്ല സ്വപ്നങ്ങൾ കാണും. അത് യഥാർത്ഥത്തിൽ പ്രവാചകത്വത്തിൻ്റെ അവശേഷിപ്പാണെന്നാണ്. പ്രവാചകന്മാർ വിട്ടേച്ചു പോയതാണത്, പ്രവാചകത്തോട് അവസാനിച്ചു. എന്നാൽ ചില അവശേഷിപ്പുകൾ ഇന്നുമുണ്ട് എന്നുള്ളതാണ്. ആ അവശേഷിപ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല സ്വപ്നങ്ങൾ എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണറിയോ? പ്രവാചകത്വത്തിൽ ഒന്നും അവശേഷിച്ചിട്ടില്ല സന്തോഷ വാർത്തകളല്ലാതെ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്തകൾ അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, റസൂലെ എന്താണ് സന്തോഷ വാർത്തകൾ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല സ്വപ്നങ്ങളാണത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല സ്വപ്നങ്ങൾ സന്തോഷ വാർത്തയാണെന്നാണ് പറഞ്ഞത്. ഒരു സത്യവിശ്വാസി കാണുന്ന നല്ല സ്വപ്നം അത് പ്രവാചകത്വത്തിൻ്റെ 40-ൽ ഒരംശമാണ്. എങ്ങനെ? പ്രവാചകത്വത്തിൻ്റെ 40-ൽ ഒരംശമാണ് എന്നാണ് പറഞ്ഞത്. വേറെ 45 അംശങ്ങളിലൊരു അംശമാണ് എന്ന് പറഞ്ഞു, 46 അംശങ്ങളിലൊരു അംശമാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ ഹദീസ് വ്യക്തമായി പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ സ്വപ്നത്തിന് 3 സ്റ്റെപ്പുകളുണ്ട്. അതിലൊന്നും എന്താണറിയോ? പ്രവാചകന്മാരുടെ സ്വപ്നം തന്നെയാണ്, അതെല്ലാം സത്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് സ്വാലിഹീങ്ങളുടെ സ്വപ്നം, നല്ല മനുഷ്യന്മാരായ ആളുകളുടെ സ്വപ്നം. അത് ബഹുഭൂരിഭാഗം സത്യമായിരിക്കും. ബഹുഭൂരിഭാഗം എത്രയോ ആളുകൾ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ നല്ലത് കാണുമ്പോൾ പറയാറുണ്ട്. ആ സ്വപ്നങ്ങൾ ഭൂരിഭാഗവും സത്യമായിരിക്കുമെന്നാണ്. തോന്നിവാസികളുടെ മൂന്നാമത്തേതാണ് ദുഷ്കർമ്മകാരികളുടെ, തോന്നിവാസം ചെയ്ത് നടക്കുന്ന ആൾക്കാരുടെ സ്വപ്നം, അത് ബഹുഭൂരിഭാഗം മുഴുവനും അത് പേക്കിനാവുകളാണ്, മോശപ്പെട്ട സ്വപ്നങ്ങളായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇനി നല്ല സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത കൂടുതലാണ്. മഹാനായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അർ-റുയ അൽ ഹസനത്തു മിനല്ലാഹ്. നല്ല സ്വപ്നം എന്ന് അർ-റുയ എന്നാണ് പറഞ്ഞത്. നല്ല സ്വപ്നം എന്നുള്ളത് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പിക്കുക, നല്ല സ്വപ്നം കണ്ടാൽ ഇത് അള്ളാഹ് എനിക്ക് നൽകിയ ഒരു സമ്മാനമാണ്, ഒരു ഗിഫ്റ്റാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നാണ്. ആ നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ്. അപ്പോൾ നല്ല സന്തോഷം ലഭിക്കുന്ന വാർത്തയാകുമ്പോൾ നമുക്കന്നൊരു ഒരു മുഖത്തൊക്കെ നല്ല സന്തോഷം ഉണ്ടാവും അല്ലേ? നല്ല സന്തോഷ വാർത്ത ലഭിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വം ലഭിക്കുന്നതിന് തൊട്ടു മുമ്പ് പല സ്വപ്നങ്ങളും കാണുകയും അത് പ്രഭാത വെളിച്ചം പോലെ വളരെ കറക്റ്റായി യാഥാർത്ഥ്യമായി പുലരുന്ന സംഭവങ്ങൾ എത്രയോ പ്രവാചക ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ചില ആളുകളെങ്കിലും ചോദിക്കും, നല്ല സ്വപ്നം കാണാൻ എന്താ ചെയ്യേണ്ടത്? നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കും, നല്ല സ്വപ്നം കാണണം,
അത് അള്ളാഹുവിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കിക്കണം. അത് കണ്ട ഉടനെ അൽഹംദുലില്ലാ എന്ന് പറയാം. നല്ല സ്വപ്നം കണ്ടാലും നെട്ടിക്കൊണ്ടിരും അല്ലേ? അപ്പോൾ നമ്മൾ എന്താ പറയുക? അൽഹംദുലില്ലാ എന്ന് പറയാം. പിന്നെന്താ? അത് കാരണത്താൽ സന്തോഷം ഉണ്ടാകുക. ഇങ്ങനെ നല്ല ഉഷാറായി ആ ആ ആ ആ പിന്നെ സ്വപ്നം ഇങ്ങനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷിക്കുക. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കണം തരും, ഇഷ്ടപ്പെട്ട ആൾക്കാരോട് മാത്രം പറയാം. എല്ലാ ഹയവാന്മാരോടും പറയേണ്ട ആവശ്യമില്ല. എല്ലാവരോടും പോയിട്ട് അത് പറയേണ്ട. ചില ആൾക്കാർക്കുണ്ട് അങ്ങനെ, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, അങ്ങനെ സ്വപ്നം കണ്ടു എന്ന് അങ്ങനെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു എന്ന് മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെട്ട സ്വപ്നം കണ്ടാൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് കേട്ടോ, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹ് നിങ്ങൾ സ്തുതിക്കണം, അൽഹംദുലില്ലാ എന്ന് പറയണം. ഇഷ്ടമുള്ള ആരോടെങ്കിലും അത് പറയണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അസൂയയില്ലാത്ത വിദ്വേഷമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ, ഓരോട് നിങ്ങൾ പറയണമെന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഷ്ടമുള്ള ആൾക്കാരോടും പറയാം, പിന്നെ ബുദ്ധിമാന്മാരായ നല്ല മനുഷ്യന്മാരോടും പറയാം. പണ്ഡിതന്മാരോടൊക്കെ പറയുകയാണെങ്കിൽ എല്ലാം പറയാൻ പറ്റില്ല, പണ്ഡിതന്മാരോടും എല്ലാം പറയാൻ പറ്റില്ല എന്നാ, എല്ലാം പറയാൻ പറ്റുന്ന ആൾക്കാരോട് അങ്ങനെ പറയും. നിങ്ങൾ നോക്കി, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം സ്വപ്നം കണ്ടു. അവിടെ നമുക്കൊരു പാടാണ്. എന്താണ് ആ സ്വപ്നം? 11 നക്ഷത്രങ്ങളും സൂര്യനും ഒക്കെ അല്ലേ, ആ സൂര്യനും ചന്ദ്രനും ഒക്കെ അദ്ദേഹത്തിന് സുജൂദ് ചെയ്യുന്നത് കണ്ടു അല്ലേ. ആ കണ്ട ഉടനെ വാപ്പാനോട് പറഞ്ഞു. വാപ്പ എന്താ പറഞ്ഞത്? യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അല്ലേ, ഈ സ്വപ്നം കണ്ടത് ഒരിക്കലും നീ പറഞ്ഞു കൊടുക്കരുത്, വിവരിക്കരുത്. ആരോടാ പറഞ്ഞു കൊടുക്കേണ്ടത്? അടിവരായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ആരോടാ പറഞ്ഞു കൊടുക്കേണ്ടത്? നാട്ടുകാരോടല്ല, എൻ്റെ അനുജന്മാരോടും ജ്യേഷ്ഠന്മാരോടും പറഞ്ഞു കൊടുക്കരുതെന്നാണ്. എൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, കാരണം എനിക്കെതിരെ അവർ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന പറഞ്ഞു, അതുകൊണ്ട് പറയരുതെന്നാ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്നത് വാപ്പാരോട് പറയാം. ഒരു വാപ്പാക്കും എത്ര അക്രമിയായ മോശപ്പെട്ട വാപ്പയാണെങ്കിലും ആ മക്കളോട് അയാൾക്ക് അസൂയ ഉണ്ടാവില്ല. ഒരു വാപ്പാക്കും ഒരു ഉമ്മാക്കും ദുന്യാവിൽ ഓല് രണ്ടാൾ മാത്രമേ ഉള്ളൂ ഒരാളോട് അസൂയ ഉണ്ടാകുന്നതാണ്. അവരുടെ വളർച്ചയിലും അവരുടെ സന്തോഷത്തിലും അവരുടെ മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ താല്പര്യം ആർക്കും ഉണ്ടാവുള്ളൂ? മാതാപിതാക്കൾക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉമ്മാനോടോ വാപ്പാനോടോ ഒന്നാമതായി ഇങ്ങനെ സ്വപ്നം കണ്ട പറയാന്നുള്ളതാണ്. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം ആ സ്വപ്നം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നല്ല സ്വപ്നം കാണാൻ വേണ്ടിയുള്ള ചില ആൾക്കാർ ചോദിക്കും, നല്ല സ്വപ്നം കണ്ടാൽ എല്ലാവരും ഒന്ന് പറയുകയൊക്കെ ചെയ്യും, പ്രസംഗത്തിൽ പറയും, മറ്റു കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അത് കാണാം. ഇസ്ലാമികമായ ജീവിതം ചിട്ടപ്പെടുത്തണം ഒന്നാമതായി വേണ്ടത്. നല്ല ജീവിതം, തഹജ്ജുദ് നിസ്കരിക്കുക, സുന്നത്തുകളൊക്കെ നിസ്കരിക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. വുളു ചെയ്ത് എപ്പോഴും വുളു ഉണ്ടായിരിക്കുക, ഉറങ്ങുമ്പോൾ പ്രത്യേകിച്ചും വുളു ഉണ്ടായിരിക്കുക. അതാണ് ഇവിടെ പ്രാധാന്യം. ഉറങ്ങുന്ന സമയത്ത് വുളു എടുത്തുകൊണ്ട് കടന്നുറങ്ങുക. അപ്പോൾ നല്ല സ്വപ്നങ്ങൾ കാണും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചെയ്ത് കടന്നിട്ടുണ്ടെങ്കിൽ ആ നല്ല സ്വപ്നം കാണും. ഇനി ആരെങ്കിലും നല്ല സ്വപ്നം സത്യസന്ധമായി പുലരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ സത്യസന്ധത കാത്തു സൂക്ഷിക്കട്ടെ എന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മൾ സത്യസന്ധത കാത്തു സൂക്ഷിക്കുക, അതുപോലെ തന്നെ ഹലാല് മാത്രം ഭക്ഷിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിക്കുക, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, വുളു ചെയ്ത് ഉറങ്ങാൻ ശ്രമിക്കുക, കണ്ണടക്കുന്നത് വരെ ഉറങ്ങിയിട്ട് ഇങ്ങനെ കണ്ണടക്കുന്നത് വരെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ മുഴുകുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ആ രാത്രിയിൽ നല്ലൊരു സ്വപ്നം നമ്മളെ കാണിക്കും. രാത്രിയുടെ അന്ത്യാമത്തിലൊക്കെ ദീർഘമായ സ്വപ്നമാണ് നമുക്ക് തോന്നും, ദീർഘമായ അനുഭവങ്ങളാണ് തോന്നും, പക്ഷെ നിമിഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് വലിയ സന്തോഷം നൽകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടത്. സത്യസന്ധമായി പുലരണമെങ്കിൽ ആരുടെയെങ്കിലും സ്വപ്നം കണ്ട് നല്ലത് കണ്ടാൽ തന്നെ അത് പുലരണമെങ്കിൽ എന്താണ് വേണ്ടത്? അവൻ സത്യസന്ധത കാത്തു സൂക്ഷിക്കണം, അതുപോലെ തന്നെ ഹലാല് മാത്രം ഭക്ഷിക്കണം, ദീനിൻ്റെ കൽപ്പനകൾ മാനിക്കണം, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കണം, വുളു ചെയ്യാൻ ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴൊക്കെ വുളു ചെയ്തുകൊണ്ട് കിടക്കണം. ചില ആൾക്കാർ നമ്മൾ ഉറക്കത്തിലൊക്കെ നമ്മൾ മരിച്ചുപോയ ആൾക്കാരൊക്കെ സ്വപ്നം കാണില്ലേ, അപ്പോൾ ഓർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കൂടെ ചെയ്യാം. ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോഴേ ഓർക്ക് നമുക്കത് ഇപ്പം നമ്മളമ്മാരെ വാപ്പാരെയും കുടുംബക്കാരെയൊക്കെ സ്വപ്നം കണ്ടാൽ അവർക്ക് വേണ്ടി നമുക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കുക. അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സമയമാണ്. ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ അവർക്ക് ഉത്തരം കിട്ടും. ഇനി ദുസ്വപ്നം ചില ആൾക്കാർ കാണും. നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ദുസ്വപ്നം പിശാചിൽ നിന്നുള്ളതാണ് എന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചീത്ത സ്വപ്നം അത് പിശാചിൽ നിന്നുള്ളതാണ്. അർ-റുയ മിനല്ലാഹ്, റുയ ആരിൽ നിന്നാണ്? നല്ല സ്വപ്നം ആരിൽ നിന്ന്? അള്ളാഹുവിൽ നിന്നാണ്. എന്നാൽ അതിന് അഹ്ലാം എന്നാ പറയുക മറ്റ് സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾ അത് പിശാചിൽ നിന്നുള്ളതാണ്. ഇനി ദുസ്വപ്നം കണ്ടാൽ ചെയ്യേണ്ടത് എന്താ അറിയോ? ആ ദുസ്വപ്നം കണ്ടാൽ അത് പിശാചിൽ നിന്നുള്ളതാണ് എന്ന് നമ്മളെ തലയിൽ കയറ്റുക, ഇത് പിശാചിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ആവർത്തിച്ച് ഇങ്ങനെ പറയാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇനി ഈ
സ്വപ്നത്തിന്റെ കെടുതിയിൽ നിന്ന് അള്ളാഹുവിന്റെ രക്ഷ തേടുക. അതിനാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ മറിച്ച് ഭാഗം മറിഞ്ഞു കിടക്കുക, അങ്ങനെ എന്ത് ചെയ്യുക, തുപ്പുക. അങ്ങനെ കാറി കുറച്ച് തുപ്പലല്ല വേണ്ടത്, എന്നറിയാം. ഇപ്പോൾ ഒരു സ്പാർക്ക്, ഒരു സ്പ്രേ അടിക്കണ മാതിരി ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ കടന്നിരുന്ന ആ ഭാഗം ഒന്ന് മാറി തിരിഞ്ഞടക്കുക. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ ജനാബത്തൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുളിച്ചിട്ട് വേണ്ടി വരും. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അപ്പോൾ വല്ലാത്തൊരു ആ ചിന്തനാണ് പോകും, ആ ദുസ്വപ്നം കണ്ടിന്നുള്ള ആ ചിന്തന പോകും. പിന്നെ കണ്ട സ്വപ്നം വേഗം പോയിട്ട് നാട്ടുകാരോടൊക്കെ പറയാം. അതാണ്ട് അല്ല, ഞാൻ അങ്ങനെ ഒരു അടങ്ങാറായ സ്വപ്നം കണ്ടുകൊണ്ടു, അങ്ങനെ ബസ് ആക്സിഡൻ്റ് ആയത്, അതുപോലെ മറ്റ് കാര്യങ്ങൾ കണ്ടു, ഒരാളോടും ദുനിയാവിൽ ഒരാളോടും പറയാതെക്കുക എന്നുള്ളത്. പറഞ്ഞാൽ ആ സ്വപ്നത്തിൽ കണ്ടത് ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പിശാച് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, ഏതെങ്കിലും നിലക്കത്ത് നമ്മളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു മനുഷ്യന്മാരോടും, എത്ര അടുത്ത ആൾക്കാരാണെങ്കിലും എത്ര ദൂരമുള്ള ആൾക്കാരാണെങ്കിലും ഓരോടൊന്നും പറയാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ലാ യദുറുഹു ഷൈഅ എന്നാണ് പറഞ്ഞത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. പിന്നെ ആ മനുഷ്യന് പിന്നെ വിശ്വാസിയായിട്ട് നടക്കേണ്ട ആവശ്യമില്ല, ഓനൊരു ഉപദ്രവവും ബാധിക്കൂല എന്നാ. ഈ 4 കാര്യങ്ങൾ, 3 കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താ വേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ദുസ്വപ്നം പിശാചിൽ നിന്നുള്ളതാണ് മനസ്സിലാക്കുക. പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാം. പിന്നെ ഭാഗം മാറി കിടക്കുക, തുപ്പുക, കിടന്നിരുന്ന ഭാഗേ മാറുക, തുപ്പി. പിന്നെ 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിസ്കരിക്കുക. ആ കണ്ട സ്വപ്നം ദുനിയാവിൽ ആരോടും പറയാതിരിക്കുക എന്നുള്ളതാണ്. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാച് എന്നെ കൊണ്ട് കളിച്ചതാണ് അത് എന്നാണ് പറഞ്ഞത്, ഇത് ആരോടും പറയരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നബി എന്നോട് പറഞ്ഞത് എന്താണ്, ഇതിൻ്റെ താഴ്ബീർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നബി പറഞ്ഞത് എന്താണ്, ഇത് ഒരാളോട് ഇത് പറയരുത് എന്നാ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഉപദ്രവം ഏൽക്കൂല എന്നാണ് പറഞ്ഞത്. ലാ തദുറു ഷൈഅൻ എന്ന് പറഞ്ഞല്ലോ, യാതൊരു ഉപദ്രവം ഏൽക്കൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഒരാളും പറയുന്നത്. ഇനി ദുസ്വപ്നം കാണാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞ് നിർത്താം. ദുസ്വപ്നം, മോശപ്പെട്ട സ്വപ്നം കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്നാണ്: 1, ഇസ്ലാമികപരമായ ജീവിതം ചിട്ടപ്പെടുത്തുക, ഞാൻ പറഞ്ഞത്. 2, ജീവിതത്തിൽ പിശാചിന് ഇടപെടാൻ പറ്റുന്ന അവസരം ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. 3, വുളൂ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് കിടക്കുക. ഉറക്കത്തിലാണ് സ്വപ്നം കാണുള്ളൂ, അല്ലാത്ത സമയത്ത് സ്വപ്നം കാണുള്ളൂ ഇല്ല. അതുകൊണ്ട് നല്ല സ്വപ്നം കാണാൻ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഉറങ്ങാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് ജീവിതത്തിൽ പിശാചിന് ഇടപെടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സമയമാണ് ഉറക്കം എന്ന് പറയുന്നത്. ആ സമയത്ത് പിശാചിൻ്റെ സാന്നിധ്യമില്ലാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഇനി ഈ സ്വപ്നം കണ്ട ആൾക്കാർ ആ സ്വപ്നം മുഖേന ഇസ്ലാമിലൊരു വിധി പ്രഖ്യാപിക്കാൻ പറ്റുമോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുറേ സ്വപ്നജീവികൾ ഇറങ്ങിയിട്ടില്ലേ, നമ്മളെ ചില പുരോഹിതന്മാരെ ആ സ്വപ്നം കണ്ടു, ഈ സ്വപ്നം കണ്ടു, അവിടുന്ന് സ്വപ്നം കണ്ടു, ഇവിടുന്ന് സ്വപ്നം കണ്ടു, ആ കിതാബ് പിന്നെ പരിഭാഷപ്പെടുത്താൻ, ആ കിതാബ് തഫ്സീർ പറയാൻ ഇന്ന സ്വപ്നം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ പച്ച നുണകളായ സ്വപ്നം കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും അതിങ്ങനെ പ്രചരിപ്പിച്ച് പറഞ്ഞ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതൊന്നും ഇസ്ലാമിൽ യാതൊരു തെളിവല്ല എന്നാണ് പറഞ്ഞത്. ഓരോ സ്വപ്നങ്ങളൊന്നും ഇസ്ലാമിൽ യാതൊരു തെളിവല്ല. കളവ് ആണ് ഒരാൾ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞതെങ്കിൽ അവന് വലിയ ശിക്ഷയാണ് പരലോകത്ത് വരാനുള്ളത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ വിശദമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ വിഷയം. സുദീർഘമായി ഞാനിത് പറയാൻ കാരണം, ഇന്ന് ഈ വിഷയം പറയാൻ കാരണം, വളരെ വിലപിടിപ്പുള്ള ഒരു പുസ്തകം ഇന്നലെ എനിക്ക് ഒരാൾ സമ്മാനിച്ചു. അതിൻ്റെ ഇൽമു തഅബീറുർ റുഅ്യ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. വളരെ മനോഹരമായി ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സലഫുസ് സാലിഹുകളുടെ ഖൗല് കൊണ്ടും വിശദീകരിക്കപ്പെട്ട ഒരു പുസ്തകമാണത്. ഇൻഷാ അല്ലാഹു അതിൻ്റെ ചുരുക്കം എന്നുള്ള നിലക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എഴുതാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതെനിക്ക് സമ്മാനമായി നൽകിയ ആ ആൾക്ക് അല്ലാഹു അർഹിക്കുന്ന പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.